അതെ, അവന് മനസ്സിലായിരുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ സംഭവിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആദ്യം ആരടുത്തും പറയാത്തത്. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു അമ്മയുടെ അറസ്റ്റ്. പക്ഷേ ഇത് ഇപ്പോൾ കോടതി വിധി പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 6 മന്തോളം പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൊലപാതകമാണ്. കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു കഷായത്തിൽ വിഷം കലർത്തിക്കൊണ്ട് കാമുകനെ വകവരുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര പാറശാലയിലെ ഷാരോൺ വധക്കേസിലെ സുപ്രധാനമായ കോടതി പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയും അതുകൂടാതെ അമ്മാവനും ഗ്രീഷ്മയുടെ അമ്മാവനായ മൂന്നാം പ്രതിയും ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൻ്റെ നാൾവഴി എന്ന് പറയുന്നത് അതിസങ്കീർണമായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ സമർപ്പിക്കുക എന്നത് പോലീസിനും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷാരോണിൻ്റെ അനുജൻ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ കോടതി വിധിയായിട്ട് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു അമ്മയുടെ അറസ്റ്റ്. പക്ഷേ ഇത് ഇപ്പോൾ കോടതി വിധി പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ബാക്കി ഇനി ശിക്ഷ വിധിക്കട്ടെ. ഇതിൻ്റെ തലേദിവസം തുടങ്ങിയ ഒരു പ്രവൃത്തിയല്ല. ഇതിനു മുമ്പും പാരസെറ്റമോൾ കലക്കിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മന്തോളം പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൊലപാതകമാണ്. അപ്പോൾ അതിന് വേണ്ടുള്ള എല്ലാ തെളിവുകളും, ഡിജിറ്റൽ തെളിവും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ തെളിവാണ് മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ള. മെഡിക്കൽ തെളിവും പിന്നെ ഡിജിറ്റൽ തെളിവും ആണ് മെയിനായിട്ട്. ഈ മരണാസന്നനായി കിടക്കുമ്പോൾ പോലും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ഗ്രീഷ്മ. അപ്പോഴും കള്ളം പറയുകയായിരുന്നു. അതെ, കള്ളം പറഞ്ഞ് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾ അതിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ചികിത്സ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു ഗ്രീഷ്മ നടത്തിയത്. അങ്ങനെ തന്നെയാണ് എൻ്റെ അനിയനെങ്കിലും സംഭവിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കോടതി വിധിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പ്രോസിക്യൂട്ടറുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി. അതെ, അവന് മനസ്സിലായിരുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ സംഭവിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആദ്യം ആരടുത്തും പറയാത്തത്. പിന്നെ ലാസ്റ്റ് അവന് മനസ്സിലായപ്പോഴത്തേക്കുമാണ് പപ്പയടുത്ത് അവൻ പറഞ്ഞായിരുന്നു. ഒരു 22 മരണത്തിനൊരു 3 ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് പപ്പയടുത്ത് അവൻ എല്ലാം പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ സംഭവിക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവിടെ വന്നതും അവൾ കഷായം കൊടുത്തതും കുടിച്ചതും എല്ലാം പറഞ്ഞു. പക്ഷേ വിഷം കലർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവന് മേ ബി അറിഞ്ഞൂടായിരിക്കാം, അല്ലെങ്കിൽ അവൻ വിശ്വസിച്ചിരുന്നു. ഈ ജ്യൂസ് ചലഞ്ചും അതോടൊപ്പം തന്നെ ഈ കഷായം കൊടുപ്പിക്കുന്നതും എല്ലാം തന്നെ ഒരു ആസൂത്രണമായിരുന്നു, ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടത്തിയതാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് തൊട്ട് ഒഴിവാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാരസെറ്റമോൾ കലക്കി കൊടുത്തതാണ് ഒന്നാമത് തൊട്ട് തുടങ്ങിയത്. അതിനുശേഷം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.